തൃപ്പൂണിത്തുറയിൽ 2020 സ്ഥാനാർത്ഥിയാകണമെന്ന് ഇന്നലെ രാത്രിയാണ് വിവരം ലഭിച്ചത് എന്ന് നടി അഞ്ജലി നായർ. വ്യക്തിബന്ധങ്ങൾ വോട്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഉടനെ തന്നെ പ്രചാരണത്തിൽ സജീവമാകുമെന്നും അഞ്ജലി നായർ പറഞ്ഞു. എറണാകുളത്ത് തന്നെ NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ. ഇത്തവണ തൃപ്പൂണിത്തുറ നഗരസഭ BJP നേടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയെയാണ് ഇത്തവണ 2020 അവതരിപ്പിച്ചിരിക്കുന്നത്. അഞ്ജലി നായർ നമുക്കൊപ്പമുണ്ട്. അഞ്ജലി, എങ്ങനെയാണ് 2020യുടെ ഭാഗമായി തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാകുന്നത്? എല്ലാം ഞങ്ങൾ അറിഞ്ഞത് ഇന്നലെ രാത്രിയായിരുന്നു. തൃപ്പൂണിത്തുറയാണ് മണ്ഡലം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ഒന്നും പ്ലാൻ ചെയ്യാനും ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അറിഞ്ഞപ്പം വളരെ സന്തോഷം തോന്നി. സ്വന്തം നാട്ടുകാരെ സെർവ് ചെയ്യാൻ കിട്ടിയൊരു അവസരം, അവരിലൊരാളായിട്ട് നിന്ന് ചെയ്യാൻ കിട്ടിയൊരു അവസരത്തെ ഞാൻ വളരെയധികം താങ്ക്ഫുള്ളാണ് പാർട്ടിയോട്. ഏകദേശം ഒരു 2 പതിറ്റാണ്ടായി മലയാള സിനിമയിൽ സജീവമായിരിക്കുന്ന ഒരാൾ കൂടിയാണ് അഞ്ജലി. അപ്പോൾ ആ സിനിമ വിട്ടിട്ടാണോ ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്? ഒരിക്കലുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയും ബിസിനസ്സും രാഷ്ട്രീയവും ഒക്കെ ഞങ്ങളുടെ ഒരു 3 മക്കളെ പോലെ ഞങ്ങൾ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നു. 3നും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പരമാവധി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും. ഇത്തവണ തൃപ്പൂണിത്തുറ നഗരസഭയൊക്കെ BJP നേടിയിരുന്നു. അപ്പോൾ അതൊക്കെ ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഗുണമാകും, വോട്ടായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമ്മളുടെ പ്രവർത്തികളാണ് നമുക്ക് വോട്ടായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടുന്ന ദിവസങ്ങൾ വളരെ ചുരുക്കമാണ്. അടുത്ത് കഴിഞ്ഞു 9-ാം തീയതി. അപ്പം ഇനി ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ ജനങ്ങളെ മനസ്സിലാക്കുന്നു, ജനങ്ങളെ എങ്ങനെ കാണുന്നു, അവരെന്നെ മനസ്സിലാക്കുന്നു എന്നതിലാണ് ആ വോട്ടെണ്ണൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ തലകുത്തി മറിഞ്ഞാലും നമുക്കത് കിട്ടണമെന്നില്ലല്ലോ. അപ്പം നല്ല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ആലോചിക്കേണ്ടത്. താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ അമ്മ സംഘടനയിൽ നടത്തുന്ന ഒരു സംഘടനാ പ്രവർത്തനം അത് രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി മുതൽക്കൂട്ടാകുമെന്ന് കരുതുന്നു. ഒരുപാട് സംഘടനകളുടെ ഭാഗമായിട്ടുണ്ട്, ഇപ്പോഴുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ കോർഡിനേഷൻ ഞാൻ ചെറുപ്പം മുതലേ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പം എനിക്ക് ആ വിശ്വാസമാണ് എന്നെ ഇതിലേക്ക് നയിക്കുന്നതും. എനിക്കും എന്തെങ്കിലുമൊക്കെ ഈ രാഷ്ട്രീയത്തിൽ വന്നാലും ചെയ്യാൻ സാധിക്കും. കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ട്, സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ഉണ്ടാകും, ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാകും. എന്തായാലും എല്ലാവിധ ആശംസകളും. തൃപ്പൂണിത്തുറയിൽ എന്ന് മുതലാണ് ഇനി പ്രചാരണം തുടങ്ങുന്നത്? ഏറ്റവും അടുത്ത നിമിഷം മുതൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് അഞ്ജലി ഉള്ളത്. അടുത്ത മണിക്കൂറുകളിൽ തന്നെ തൃപ്പൂണിത്തുറയിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സജീവമായിട്ട് തന്നെ വോട്ട് ചോദിക്കാനായി അഞ്ജലി നായർ ഉണ്ടാകും, NDAയുടെ സ്ഥാനാർത്ഥിയായി. ക്യാമറാമാൻ ജിബിനൊപ്പം സൈഫിൻ സാലിയ, ന്യൂസ് മലയാളം, കൊച്ചി.